അളിയാ ബൈജു, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ? യാത്ര എവിടെയാ? യാത്രയിലായിരുന്നു, ഉക്രൈനിലായിരുന്നു. അവൻ ഉക്രൈനിലായിരുന്നു. യൂറോപ്പിൽ വന്നു, യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോയി. നീ ഉക്രൈനിലൊക്കെ പോയപ്പോ അവിടെ യുദ്ധം വല്ലതും ഉണ്ടായിരുന്നോ? യുദ്ധം റിപ്പോർട്ട് ചെയ്യാനാ വേണ്ടി പോയി. അത് ശരി. അത് 24 ന്യൂസിന് വേണ്ടിയിട്ട് അവിടെ വാർ റിപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പോയത്. ഇവനെ കണ്ടിട്ട് ഒത്തിരി നാളായി. എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, 1 വർഷത്തിൽ കൂടുതലായി. സ്വന്തം നാട്ടുകാരനാ, സഹപാഠിയാണ്, ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചവരാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, 1 വർഷമായിട്ട് ഉലകം ചുറ്റലായിരുന്നു. അവൻ ഉലകം ചുറ്റും വാലിമാൻ. നമ്മളിവിടെ പാവത്തങ്ങളിവിടെ ഒക്കെ ഒതുങ്ങിക്കൂടി നമ്മളിവിടെ ഒക്കെ കഴിയുന്നു. ഉക്രൈനിൽ പോയി നോക്കണം, അപ്പൊ അറിയാം വിവരം. അത് ശരി, നീ രക്ഷപ്പെട്ടിഞ്ഞ് വന്നല്ലോ. തീർച്ചയായിട്ടും 3 പ്രാവശ്യം തീർന്നു കൊണ്ടേയിരുന്നു. ആണോ? ബോംബൊക്കെ വന്ന് വീഴുന്ന കണ്ടിട്ടുണ്ടോ? പിന്നെ മിസൈൽ വന്ന് വീഴുന്ന കണ്ടു. ഞങ്ങളൊരിക്കൽ ഞാനും ഒരു മിലിറ്ററി ഓഫീസറോടെ പോയ വണ്ടിക്ക് അവർ ടാർഗറ്റ് ചെയ്തിട്ട് റോക്കറ്റ് ലോഞ്ചർ അടിച്ചു. ഞാൻ ഫ്രണ്ട് ലൈനിൽ പോയായിരുന്നു വാറിന്റെ. ശരി. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഭാഗ്യം കിട്ടിയല്ലോ നിനക്ക്, ഈ യാത്ര ചെയ്യാനും ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനും. ഞാനും ഒത്തിരി രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ യുദ്ധം കാണാനൊന്നും പോയിട്ടില്ല. ഒരുപാട് രാജ്യങ്ങൾ ഞാനും പോയിട്ടുണ്ട്. ഞാനിവിടെ 67 രാജ്യങ്ങൾ കഴിഞ്ഞു. 67? ഓ, ഞാൻ ഒരു 10-28 രാജ്യങ്ങളെ പോയിട്ടുള്ളൂ. എന്തായാലും പിന്നെ അളിയനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം നീ ജീവിതത്തിലും സിനിമയിൽ മാത്രമല്ല, നീ ജീവിതത്തിലും വലിയ വില്ലനൊക്കെ ആണെന്നാണ് ആളുകൾ പറയുന്നത്. നിന്റെ പേര് ഇതിലെ കേസ്, നീ കോടതി ചെന്ന് ഇത് ആരെങ്കിലും ചെയ്യുന്നതാണ്, കോടതി ചെന്ന് ജഡ്ജിയുടെ മുന്നിൽ ചെന്ന് മാപ്പ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത ഞാൻ കണ്ടതാ. അതിന് സത്യാവസ്ഥ അറിഞ്ഞായിരുന്നു? അതൊന്നും എനിക്കറിയത്തില്ല, ഞാൻ വാർത്ത വായിച്ചതേ ഉള്ളൂ. നീ കോടതി ചെന്ന് നീ വലിയ ഇത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾക്ക് നാണക്കിടഞ്ഞൂടാ. ഞാൻ കോടതിയിലല്ല മാപ്പ് പറഞ്ഞത്, പിന്നെ ഇവിടെ ചാനലിലാണ് പറഞ്ഞത്. കോടതിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. അതിന്റെ കാരണം കോടതി പറഞ്ഞത് പിന്നെ ഞാൻ വാർത്ത വായിച്ചത്. വാർത്ത ആർക്കും എഴുതാമല്ലോ. കാരണം ഇവിടെ ചില ഈ എന്താണ്, ഞാൻ അവന്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. തിരുവനന്തപുരത്ത് നിങ്ങളുടെ തന്നെ ഒരു ഓൺലൈൻ ചാനൽ ഒരുത്തരുണ്ട്. പിന്നെ ഈ ആടിന്റെ താടി പോലെ അല്ല ചെവി പോലെ തൂങ്ങി ചെവിയായിട്ടൊക്കെ ഇരുന്ന് വാർത്ത വായിക്കുന്ന ഒരു കക്ഷിയുണ്ട്. പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അയാളൊക്കെ എപ്പോഴും എന്നെക്കുറിച്ച് വാർത്തകളൊക്കെ ഇടാറുണ്ട്. എന്ത് കിട്ടിയാലും ഇടും, ഏത് പച്ചക്കള്ളം കിട്ടിയാലും ഇടും. കോടതി സംഭവിച്ച മറ്റൊന്നുമല്ല, ഞാൻ ദിലീപ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പരാമർശം നടത്തി. ആ പരാമർശം നടത്തിയത് ജഡ്ജിക്ക് അപകീർത്തികരമായിട്ട് തോന്നി എന്ന് പറഞ്ഞ് ഒരു ജഡ്ജി തന്നെ കൊടുത്ത കംപ്ലയിൻ്റാണ്. ഒരു ജഡ്ജി കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഹൈക്കോടതി അത് ഫയലെടുത്തു. അങ്ങനെ ഡിവിഷൻ ബെഞ്ച് എന്നെ വിളിച്ചു വരുത്തി എന്നോട് പറഞ്ഞു, അത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും സുപ്രീം കോടതിയിൽ വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അത് കോടതിക്ക് അത് ബോധ്യമായില്ല. കോടതി പറഞ്ഞു അത് അപ്പോളൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയാണ് പറയേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ചാനലിൽ തന്നെ അപ്പോളൈസ് ചെയ്യണം. ഞാൻ അങ്ങനെ പറഞ്ഞത് 24 ന്യൂസിലായിരുന്നു. 24 ന്യൂസ് തന്നെ അപ്പോളൈസ് ചെയ്തു. അതിന് എനിക്കൊരു നാണക്കേടില്ല. കാരണം കോടതിയെ ഞാൻ എൻ്റെ വായിൽ നിന്ന് വീണുപോയ ചില വാക്കുകൾ അത് മോശമായി തെറ്റ് അംഗീകരിക്കാന്നുള്ളത്. എന്താ പറയുന്നു? പിന്നെ സോണി എവിടെ? സോണി കാനഡ. മക്കള് 2 പേരും കാനഡയിൽ. നീ എന്താ കാനഡയിൽ പോകുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും പോകും. എന്താ വേണം, ഒന്നില്ലെങ്കിലും കാനഡയും കേരളവും. ഇതിനിടയ്ക്ക് ഓസ്ട്രേലിയയിലെ കണ്ട് നിൽക്കുന്ന ഫോട്ടോ എന്റെ അനിയും അവിടുന്ന് വിളിച്ചു പറഞ്ഞു നീ അവിടെ ചെന്നൊക്കെ. അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഒരു ഷിബു ഉണ്ട്. നീ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഷിബുവിന്റെ ഒരു കേസും ഒക്കെ ആയിട്ട്. അതെ അതെ, അതൊരു പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇവിടെ കള്ളക്കേസ് കൊടുത്ത് മുക്കിയിട്ട്. നിനക്കെതിരെ ഇപ്പൊ ഈ കോഴിക്കോട് ഒരു കേസ് പോകുന്ന എന്തുവാ? അതായത് അത് ഈ ഷിബുവായിട്ട് ബന്ധപ്പെട്ടൊരു കേസ്. അതായത് കോഴിക്കോടല്ല, അത് വന്നത് തൃശ്ശൂരായിരുന്നു. ഈ ഷിബുവിൻ്റെ ഒരു കേസുണ്ട്. ഷിബുവിനോട് 2 പേര് പറ്റിച്ചിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് ഇവന്മാർ ലോകത്തുള്ള നമ്മുടെ പോലീസുകാരാണല്ലോ, ചില രാഷ്ട്രീയക്കാരൊക്കെ വന്നിട്ട് പിന്നെ ഊളെന്നേ പറയുന്നുള്ളൂ. കൊടി നേരം അത് പണ്ട്, ഇപ്പൊ ഒരു കൊടിയില്ല. അപ്പൊ അതായത് ഈ ചില രാഷ്ട്രീയക്കാരൊക്കെ വന്ന് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയുമ്പോൾ ഈ ഏമാന്മാരെ അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുക. FIR ഒരു കേസ് ഇപ്പൊ കൊടുത്ത അന്നേരം തന്നെ FIR എന്റെ സത്യാവസ്ഥ എന്തായാലും നോക്കില്ല. ആ പുള്ളിക്കെതിരെ അതാണ് എനിക്കതാണ് സംശയം. 4 FIR ഷിബുവിന്റെ പേരിട്ടിട്ടുണ്ട്, ഒരു കാര്യമില്ലാതെ. അതിൽ ഒരെണ്ണം പറഞ്ഞത് ആളുകൾക്ക് നമ്മുടെ നാട്ടുകാർക്ക് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും നിന്റെ അനിയൻ ഷിബു ആണോ? അല്ലല്ല, ഇതെന്റെ ഫ്രണ്ട് ഷിബുവാണ്. ആലപ്പുഴയുള്ള ഷിബു. അദ്ദേഹം അവിടെയാണ്, അവിടെ ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലാണ്. അപ്പോ ഈ ഷിബുമാരെല്ലാം ഓസ്ട്രേലിയയിലാണ്. അതെ അതെ. അപ്പൊ ഈ തൃശ്ശൂർ കോടതിയിൽ അവിടെ മീഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ ഫ്രണ്ട് ഷിബു ലോറൻസും മറ്റവൻ്റെ പേര് ഷിബു ജോബ് എന്നാണ്. അവർക്കൊരു കമ്പനി ഉണ്ട്, പൗ സിനിമാസ് പറഞ്ഞിട്ട്, ഒരു സന്തോഷ് ത്രിവിക്രമൻ. അയാളാണ് ഇതിൻ്റെ എല്ലാം അണിക്കല്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ സന്തോഷ് ത്രിവിക്രമനും അതേപോലെ തന്നെ ഈ ഷിബു ജോബ് എന്ന് പറഞ്ഞ ആ പുള്ളിയും കൂടെ. സന്തോഷ് ത്രിവിക്രമൻ വന്നില്ല. ഈ ഷിബു ജോബ് അകത്തിരുന്ന് അവർ മീഡിയേഷൻ എല്ലാം കണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ വെറുതെ എൻ്റെ കൂടെ ഇരുന്ന ഷിനോയ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറുണ്ട്. ഷിനോയ് പറഞ്ഞു, ചേട്ടാ ഇയാളാണ് മറ്റേ ആ കമ്പനിയുടെ ആളെന്ന് പറഞ്ഞു. അകത്ത് ജഡ്ജി ഇരിക്കുന്നു, ഷിബു ജോൺ എൻ്റെ കൂടെയുണ്ട്, അതായത് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെയുണ്ട്.
അപ്പോൾ ഞാൻ ചോദിച്ചു, ആശാനെ നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കേസും വഴക്കോട്ട് നടക്കേണ്ട കാര്യമുണ്ടോ, നിങ്ങൾക്കിത് പറഞ്ഞങ്ങ് തീർത്തൂടെ? കോടതിയുടെ മുമ്പ് വെച്ചാണ് ചോദിക്കുന്നത്. ശരി കേട്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കൈയും കണിച്ചിട്ട് ഇറങ്ങി പോയി. പോയിട്ട് 20 ദിവസം കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഏത് ഞാനും ഈ ഷിബുവും കൂടെ ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണല്ലോ പിന്നെ ഭീഷണിപ്പെടുത്തിട്ട് എനിക്കറിയില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ പിന്നെ സൗണ്ടും ഒക്കെ കേട്ടപ്പം, നിന്റെ സംസാരം കേട്ടപ്പോൾ അവർക്ക് ഭീഷണിയായിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന ഈ ഭാഷയിലല്ലേ, എനിക്കത് മാറ്റാൻ പറ്റുമോ? നീ മാറ്റണം. അതൊരു കേസ്, അത് തൃശ്ശൂർ ഒരു കേസ് ഇട്ട് അന്ന് തന്നെ എഫ്ഐആർ ഇട്ടേക്കുന്നു. അത് ACP ഈ പറഞ്ഞ പോലെ ഏതോ പിന്നെ പുണ്യാളച്ചൻ വിളിച്ച് പറഞ്ഞാണ് ACPയിലൂടെ. അന്ന് തന്നെ ആ ACP അത് കേസ് ഇട്ടു. ACP ഭയങ്കര പിന്നെ ബുദ്ധിമാനാണ്, കാരണം അന്ന് തന്നെ എഫ്ഐആർ ഇടണമല്ലോ. അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ എഫ്ഐആർ ഇട്ടു. അപ്പോൾ ഇത് സ്റ്റേഷൻ ദോഷം ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല, അവർക്ക് മനസ്സിലായിക്കാണ് ഇതൊരു ഊള കേസാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ കോടതിക്കകത്ത് CCTV ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ എവൻ്റെ കൂടെ ഒരുത്തം വന്നു എന്ന് പറയുന്നു. ആ വന്നവൻ്റെ ആ ലൊക്കേഷൻ എടുത്ത് നോക്കി അറിയാമല്ലോ, അല്ലെങ്കിൽ അവൻ്റെ പിന്നെ ആ CDR എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമല്ലോ. ഇനി അത് കഴിഞ്ഞ് കൊച്ചിയിൽ ഇവർ തമ്മിൽ വേറെ ഒരു സിനിമാ ഡയറക്ടർ സനലെന്ന് പറഞ്ഞൊരു കക്ഷിയിടുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അത് സനലിൻ്റെ വീട്ടിൽ പോയാണ് സംസാരിക്കുന്നത്. ആര്? ഈ ഷിബു ജോബ് എന്ന് പറഞ്ഞ പുള്ളി, ഈ ബൗ സിനിമാസിൻ്റെ അവിടെ പോയി സംസാരിച്ചു. അതിൻ്റെ ഫുൾ CCTV ദൃശ്യങ്ങളുണ്ട് ഈ സനലിൻ്റെ, എന്നെ കാണിക്കുകയും ചെയ്തു. അതിനകത്ത് അവൻ കുറേ പാടുപെടും, പിന്നെ കുറച്ച് ഓടുവാൻ യാതൊരു സംശയമില്ല. കാരണം ഇയാൾ അവിടുന്ന് ഇറങ്ങി നേരെ കൊണ്ടുവന്ന് എറണാകുളം തേവര സ്റ്റേഷനിൽ കൊണ്ടുവന്നൊരു കേസ് കൊടുത്തു. ആ കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ സനലിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഈ വീഡിയോ കോൾ വഴി ഞാൻ ഇയാളെ ഭീഷണിപ്പെടുത്തുന്നതാണ്. ഞാൻ എൻ്റെ ഫോൺ ആർക്കും കൊടുക്കാൻ തയ്യാറാണ്. ഇന്നേ വരെ ഞാനൊരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഏതാ വീഡിയോ കോൾ വിളിച്ചോ, അല്ലാതെ ഞാൻ ഈ സൗണ്ടൊക്കെ ഉച്ചത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഭീഷണിപ്പെടുത്താൻ ഞാൻ പറ്റില്ല. കണ്ടാല് പിന്നെ പാവോ, നമുക്ക് ആള് പാവോ തോന്നുന്നെങ്കിൽ. അതുകൊണ്ട് ഈ ബൗ സിനിമാസുകാരനും ഈ ബൗ സിനിമാസിൻ്റെ ഈ പിന്നെ എന്താ സന്തോഷ് ത്രിവിക്രമൻ അയാളോ ഈ ഷിബു ജോബോ ഒക്കെ വിചാരിച്ചാലൊന്നും നമ്മളെ കളയ്ക്കാൻ ഒക്കത്തില്ല, ഒരു കാരണവശാലും പറ്റില്ല. വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫൈറ്റും. പുള്ളി കേസോട്ടോ വീര്യമുണ്ടല്ലോ. പക്ഷെ പിന്നെ എനിക്കതിനകത്ത് വേറൊരു ഇത് തോന്നിയത്, അതായത് ഈ തേവര സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഈ തേവര സ്റ്റേഷനിലെ ACP വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത്. CAയുടെ മുമ്പ് ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ ഉണ്ട്. ഈ CAയുടെ മുമ്പ് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഈ CA ഗുരുവായൂരുകാരനാണെന്ന് തോന്നുന്നു. അയാളുടെ മുമ്പ് സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് ഇയാൾ അവസാനം എൻ്റെ ഡയലോഗ് പറയും, നിങ്ങൾ സിനിമ ഡയലോഗ് പറയരുതെന്ന് പറഞ്ഞു എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു, ഞാൻ സിനിമ ഡയലോഗ് അല്ല പറയുന്നത്, ഇവൻ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ നിങ്ങൾ ഇത്ര നേരം കേട്ടോണ്ടിരിക്കുക. ഇവൻ പറയുന്നത് മൊത്തം പച്ചക്കള്ളമെന്ന് അങ്ങേർക്കും അറിയാം. ഇയാളത് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അവസാനം അയാൾ പറഞ്ഞു, നിങ്ങൾ സിനിമ ഡയലോഗ് പറയരുതെന്ന്. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ പോലീസുകാരൊക്കെ ഏത് രീതിയിൽ എവിടുന്നാണ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് വരുന്നതെന്ന് മനസ്സിലായി. അവര് സിനിമയൊക്കെ കാണുന്നില്ല. ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നീ ഒരു സിനിമ ഉണ്ടാക്കും? ഉറപ്പായിട്ടുണ്ടാകും. നമ്മളെ കൂടെ ഒരു വേഷം. നിനക്ക് ഈ പിന്നെ പ്രവാസി ബിസിനസ്സുകാരൊക്കെ നിന്റെ കൈ കിടക്കുമ്പോൾ നിനക്ക് എന്താ ഇതെല്ലാം കൂടെ വെച്ചിട്ട് സിനിമ എടുത്താൽ ചെയ്യും? ഉറപ്പായിട്ടും ചെയ്യും. പിന്നെ അവർ സിനിമ എടുക്കളയാ. നമ്മളെ കൂടെ ഒരു ജീവിതത്തിൻ്റെ ആഗ്രഹമാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കണം. ഈ വയസ്സുകാലത്ത് ഈ വാർത്തയും കൊണ്ടൊക്കെ പോയാൽ പോരാടി. ഇനി സിനിമ അത് പറഞ്ഞാൽ പിന്നെ അത് മതി, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ സുഖമായിട്ടിരിക്കണം. എന്താ നീ തിരുവനന്തപുരത്ത് വന്നേ? വെറുതെ വന്നോ? തിരുവനന്തപുരത്ത് വെറുതെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നാൽ അതിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ സുഹൃത്ത്, എൻ്റെ സമകാലികൻ, എൻ്റെ സഹപാഠി ബൈജു കൊട്ടാരക്കര, അവനെ ഒന്ന് കാണാനും അവനുമായിട്ടൊരു 2-3 മിനിറ്റ് സംസാരിക്കാനും കിട്ടിയ അവസരം പാഴാക്കിയില്ല.